അപൂർവ രോഗത്താൽ വേദനയാൽ പുളയുന്ന യുവാവ് ചികിത്സാ സഹായം തേടുന്നു. കൊല്ലം വാളത്തുങ്കലിന് സമീപത്ത് താമസിക്കുന്ന യുവാവിനാണ് ശരീരം പഴുത്ത് മാംസം അടർന്നു പോകുന്ന അപൂർവ രോഗത്താൽ ക്ലേശം അനുഭവിക്കുന്നത്. 2 വർഷങ്ങൾക്ക് മുൻപാണ് യുവാവിന് ഇനിയും പേര് കണ്ടെത്താൻ കഴിയാത്ത ഈ അപൂർവ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ആരംഭിക്കുന്നത്. തുടർന്ന് വിവിധ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയെങ്കിലും രോഗം എന്തെന്ന് കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ രോഗം മൂർച്ഛിക്കുകയായിരുന്നു. പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗം നിർണ്ണയിക്കാനുള്ള സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചെങ്കിലും രോഗനിർണയം നടത്താൻ കഴിഞ്ഞില്ലെന്ന് വീട്ടുകാർ പറയുന്നു. കയ്യില് പ്ലാസ്റ്റിക് സർജറി 1 പ്രാവശ്യം ചെയ്തതാ. അത് എന്നിട്ട് പൊട്ടി തുറന്നതിന്റെ ദശ വളർന്നതുകൊണ്ട് ചെയ്തതൊന്നും നിലനിന്നില്ല. പിന്നെ ഇപ്പൊ ആണെങ്കിൽ കാലില് പ്ലാസ്റ്റിക് സർജറി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, ഉണങ്ങി വന്നാൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പുറത്തുനിന്ന് തൊലി വാങ്ങി വെക്കണമെന്നുണ്ടെങ്കിൽ അതിനെ അവിടെ വെളിയിൽ വാങ്ങിക്കാൻ കിട്ടും. അതിന് പൈസ നമ്മൾ കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് 3 ആഴ്ചയ്ക്ക് ശേഷം ബോഡിയിൽ നിന്ന് എടുത്ത് വെക്കാന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം തന്നെ നമ്മൾ എടുത്ത് വെച്ച് അതങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിന് ഉണങ്ങത്തില്ല. ഇപ്പോൾ കാലിൽ തന്നെ ഉണങ്ങുന്നില്ല. അപ്പോൾ ഇനി അത് എടുത്തു കഴിഞ്ഞാൽ ഉണങ്ങുമില്ല എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം കാലിൽ ടെസ്റ്റ് ചെയ്തിട്ട് അമൃതയെ കൊണ്ടുപോയി അത് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് രോഗമാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മെഡിക്കൽ കോളേജിൽ തന്നെ 11 പ്രാവശ്യം ബയോപ്സി ചെയ്തത്, എന്നിട്ട് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. മൈക്രോബയോളജി ചെയ്ത് ഒരുപാടെടുത്ത് അവർ പറയുന്ന ടെസ്റ്റുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഈ വേദന തിന്നുന്ന തന്നെ മിച്ചം. വേദന എടുത്ത് രാത്രി ആകുമ്പോഴത്തേക്ക് അങ്ങ് വിറയിലാകും. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. അതിൽ നമുക്ക് അവിടുന്ന് സാമ്പിൾ അവരെടുത്ത് തരും. നമ്മളത് കൊണ്ടുപോയി പത്തോളജിൽ മൈക്രോബയോളജിയിൽ കാണിക്കാൻ പറഞ്ഞപ്പോൾ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്ത് രോഗമാണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള കാര്യങ്ങൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നോക്കും. അല്ല പിന്നെ അവരെന്താണെന്നുള്ളത് അവർ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിപ്പോൾ അമൃതയിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്യണം. കാര്യം ഇല്ലെങ്കിൽ ഇതിങ്ങനെ തുറന്നു വെച്ചാൽ നിൽക്കാനും ഒന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അതും ചെയ്യണം. അപ്പോൾ അതിനൊരു വഴി ഇപ്പം നമ്മളതിൽ ഇല്ല. നമ്മൾ കാര്യം 1.5 വർഷം കൊണ്ട് മക്കളാണ് നോക്കുന്നത്. അതിന് മുന്നേ 1 വർഷം നമ്മൾ പ്രൈവറ്റായിട്ട് പല ആശുപത്രിയിലും കൊണ്ടുപോയി നോക്കി ഉണങ്ങുമെന്ന് വിചാരിച്ചു. പക്ഷേ അത് ഉണങ്ങുന്നില്ല. പിന്നെ നമ്മൾ കൊല്ലത്തൂരിലെന്നപ്പോൾ പറഞ്ഞ് മെഡിക്കലിൽ കൊണ്ടുപോകുന്നില്ല. അങ്ങനെ മെഡിക്കലിൽ കൊണ്ടുപോകും. പൈസയൊക്കെ പെട്ടെന്ന് എടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നമുക്ക് പറ്റത്തില്ലല്ലോ. അതാണ് ഒരു വിഷമം. ദിവസങ്ങൾ പിന്നിടുമ്പോൾ യുവാവിന്റെ ശരീരഭാഗങ്ങളിലുള്ള മാംസങ്ങൾ അടർന്നു മാറുകയാണ്. നൊമ്പരപ്പെടുത്തുന്ന വേദനയിൽ കഴിയുന്ന യുവാവിനെ രോഗനിർണയം നടത്തി ചികിത്സ നൽകിയാൽ ആരോഗ്യം വീണ്ടെടുക്കാനാകുമെന്നാണ് കരുതപ്പെടുന്നത്. നൂതന ടെക്നോളജിയുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ച് രോഗനിർണയം നടത്തുക എന്നുള്ളതാണ് ഏക മാർഗം. നിർധന കുടുംബത്തിന് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണിത്. ക്ലേശം അനുഭവിക്കുന്ന യുവാവിന്റെ രോഗാവസ്ഥയിൽ നിന്നും മോചിതനാകുവാൻ സഹായം തേടുകയാണ് ഈ കുടുംബം. കയ്യിലൊരുവിധം വന്നതായിപ്പോ ഈ കയ്യിൽ ഇവിടുന്ന് 2 പാടായി കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ബോഡിയിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോകുമോ എന്തോന്നുള്ളത് അറിയാൻ വയ്യാത്ത ഒരവസ്ഥയില്ല. കൈ മൊത്തം നീര് കയറി ഈ വലത് കയ്യിലും ആയിട്ടുണ്ട്. വലത് കയ്യിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കയ്യിൽ നിറവ്യത്യാസം വന്നു തുടങ്ങി കയ്യിൽ. അത് ഇനി ആവോ എന്തോന്നൊന്നും അറിയാൻ പറ്റത്തില്ല. ആഹാരം തന്നെ വാരി കഴിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ ഇങ്ങനെ പോകും. കയ്യിൽ ഇപ്പം നമുക്ക് കയ്യിലും കാലും കൂടെ പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരുവിധം ഇണക്കി രോഗം കണ്ടുപിടിച്ച് ഒരുവിധം ഉണങ്ങി വന്ന കയ്യിലും കാലിലും കൂടെ ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ തുടങ്ങി. പുറത്തുനിന്ന് തൊലി വാങ്ങിച്ച് വെച്ച് ചെയ്തതിന് ശേഷം 3 ആഴ്ചയ്ക്ക് ശേഷം ദേഹത്തുനിന്ന് തൊലി എടുത്ത് വെക്കാൻ തുടങ്ങി. ഇപ്പം തന്നെ 2 പ്രാവശ്യം എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴുതിക്ക് ഒരു ഓപ്പറേഷൻ ചെയ്ത് കയ്യിൽ ചെയ്ത് അല്ലാതെ തന്നെ പുറത്ത് തന്നെ ടെസ്റ്റുകളും എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ എന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കണ്ട. അപ്പോൾ ഈ സർജറിയൊക്കെ ചെയ്യുന്നതിനായിരുന്നാലും പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നതിനായിരുന്നാലും അല്ലാതാണെങ്കിലും ഒന്നും നമുക്കിപ്പോൾ ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുക. വേദന നിന്ന് കിടക്കുമ്പോൾ ഉറക്കവും ഇല്ല. ഗുളിക കണ്ടമാനം കഴിക്കുക, വേദനയും അത് കണക്ക്. ഒന്നും ചെയ്യാൻ വേണ്ടി നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക.